ഏവർക്കും ഓറഞ്ച് ഫുഡ് വില്ലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം റംസാൻ സ്പെഷ്യൽ പായസമാണ്. വീഡിയോയിലേക്ക് കടക്കാം. പായസം തയ്യാറാക്കാനായി ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ചെറുതായി ഒടിച്ചു വച്ചിരിക്കുന്ന ബ്രഹ്മസല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറിയ തീയിൽ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഇത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വെള്ളം വെക്കണം. അതിനായിട്ട് ഞാൻ 1 ലിറ്റർ വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ബ്രഹ്മസല്ലി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് അരിപ്പൊടി ചെറുതായിട്ട് കുഴച്ച് ചെറിയ ബൗളുകളാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഏത്തയ്ക്കയാണ് ചേർക്കുന്നത്. ഞാൻ ഏത്തയ്ക്ക 4 ആയിട്ട് കീറി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. അടുത്തത് കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. ഇത് ഞാൻ കുക്കറിൽ 2 വിസിലടിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. കടലപ്പരിപ്പ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ പായസത്തിനിടുന്ന കടലപ്പരിപ്പാണ് മേടിച്ചിരിക്കുന്നത്. ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 5 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ട് സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. മൂപ്പിച്ചെടുത്ത മിക്സ് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായി മിക്സ് ചെയ്ത് സർവിങ് ബൗളിലോട്ട് മാറ്റാം. തീർച്ചയായിട്ടും ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക.